മൈ ചാനൽ ടോട്ടൽ എക്സ്. കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സയൻസ് റൂം തയ്യാറാക്കലെന്ന്. സയൻസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡ്രോയിങ് റൂമും സയൻസ് റൂമും എല്ലാം കൂടി സെറ്റായിട്ടുള്ള ഒരു റൂം വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, വീടിന് പുറത്ത്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ആലോചിച്ചപ്പോഴത്തേക്കും ഇവിടെ കുറേ നാൾ പഴക്കമുള്ള ഒരു ഷെഡുണ്ട്. ആ ഷെഡ് ചുമ്മാ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ആ ഷെഡിനെല്ലാം ഒതുക്കി ക്ലീനാക്കി അതിൻ്റെ ചുറ്റി കവർ ചെയ്ത് ഫ്ലെക്സൊക്കെ വെച്ച് നല്ല നീറ്റാക്കി അതിനെ സയൻസ് റൂമും ഡ്രോയിങ് റൂമുമായിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിനൊന്ന് കിടിലാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷെഡ്. ഈ ഷെഡ് ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് കിട്ടിയിട്ട്, പക്ഷേ ഇവിടെ മുഴുവൻ വേസ്റ്റുകളും ചപ്പും ചവറും എല്ലാം വാരിയിട്ട് ഇവിടെ മുഴുവൻ ഒരു കോലമാക്കി ഇട്ടേക്കാണ്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് ഉണ്ട്, ചാക്കുകളുണ്ട്, പിന്നെ ഇത് കുറേ ചിരട്ടകൾ, മണ്ണ്, പൊടി എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് ഇതിനൊരു സയൻസ് റൂമാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ അവിടെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ അവിടെ ഉള്ള സാധനങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുള്ളതുകൊണ്ട് എൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ഈ ഒരു ഭാഗത്ത് ഈ വിറവുകളും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ മൺവെട്ടി, പിക്ചാസ്, കോടാലി അതെല്ലാം ഇവിടെ വെച്ച് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വലിയ വിറവുകൾ ആദ്യം വെച്ച് അവസാനത്തെ വിറവും കൂടെ വെച്ചിട്ട് ഈ വലിയ വിറവിൻ്റെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചെറിയ വിറവ് പിന്നെ ഓരോ വിറവുകളായിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് നിറച്ച് ആണിയുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ആണി കയ്യിലൊക്കെ ഉള്ള കണ്ട ആണിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാം സൂക്ഷിച്ച് ഓരോ കുറച്ചെടുത്ത് വയ്ക്കാം. അങ്ങനെ അവിടെ അവസാനത്തെ ഓലക്കെട്ട് കൂടെ വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പം ഇനി ഇവിടെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഈ സൈഡൊന്ന് മറയ്ക്കണം, ഈ ഒരു സൈഡ് മറയ്ക്കണം, ആ ഒരു സൈഡ് മറച്ചെടുക്കണം. പിന്നെ ഇവിടുത്തെ വേസ്റ്റുകളെല്ലാം വാരി ഇതിനെല്ലാം ഒതുക്കണം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. മാറ്റി ഇനി പരിപാടി ഇവിടുത്തെ കിടക്കണം. ഇതൊക്കെ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഈ ചാണകപ്പൊടി ഇതൊക്കെ ചെടിക്കിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഇതിനെല്ലാം ഒതുക്കണം. പിന്നെ അതുകൊണ്ട് ഇനി ചെറിയ ചെറിയ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്തോട്ട് പറക്കിയിടാം, അവിടെ നിന്ന് ഇറക്കി ഒതുക്കാം. അപ്പോൾ ഇനി ഇതിന് ഇവിടെ എല്ലാം കൂടെ കൂട്ടി ഒതുക്കണം ഇങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ പരിപാടി ഇതിനെല്ലാം കൂടെ ഒരു ചാക്കിലാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ ഇതിനകത്തുള്ളതെല്ലാം നമ്മൾ ഇവിടെ ചാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കട്ടെ. നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് തൂത്തുറത്തിയാക്കി എടുക്കാം. നമ്മുടെ ഇവിടെ കിടന്ന ചാണകപ്പൊടി എല്ലാം ഇതിനകത്തോട്ട് ഒരു ചാക്കിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ലപോലെ തൂത്ത് ക്ലീനാക്കി ഇനി ഈ ഫ്ലക്സിനെടുത്ത് ഇങ്ങോട്ട് വെക്കണം. പിന്നെ ഇവിടെ വേറെ ഫ്ലക്സൊക്കെ വെച്ച് മറക്കണം. ഇനി നമുക്ക് അതിൻ്റെ പരിപാടികളാണ്. അപ്പം ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്കിനി അടുത്തതിലോട്ട് പോയാലോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലക്സിലാണ്. ഈ ഒരു ഫ്ലക്സിനെ നമ്മൾ ഇതൊരു വലിയ ഫ്ലക്സാണ്, കുറേ നാളുകളിലൂടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വലുതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നല്ലതുപോലെ തൂത്ത് വൃത്തിയാക്കി ഇതിനെടുത്ത് നമുക്ക് ഇതൊന്ന് മറച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് മടക്കിയെടുക്കാം. നോക്കാൻ ചെയ്തിട്ട് വന്നാലോ. അങ്ങനെ നമ്മുടെ ഫ്ലക്സിന് ഇവിടെ നൂത്തിട്ടിട്ടുണ്ട്. എന്ത് വലിയ ഫ്ലക്സ് എന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സിനെയാണ് നമ്മളിന്ന് ഇതിപ്പം ഇവിടെ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ഫ്ലക്സിനെ നമുക്കിനി ഈ നമ്മുടെ ഈ റൂമിൻ്റെ ഒന്ന് സൈഡായിട്ട് നമുക്കൊന്ന് ചെയ്തെടുത്ത് നോക്കാം. ഇവിടെ വെച്ചിരുന്ന ഫ്ലക്സിനെ ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്ലക്സ് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മറ്റേ ഫ്ലക്സ് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലക്സിനെ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് മറച്ചെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇനി ഇവിടെ ഒരു അഴി പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കമ്പുകളൊക്കെ വെച്ച് അഴി പോലെ ഇങ്ങനെ ഒരു സ്ക്വയർ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് ഫ്ലക്സിനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ബലത്തിൽ നല്ല അഴിയൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നല്ല അഴി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ഇവിടെ ഫ്ലക്സ് നല്ല ഇതായിട്ട് കെട്ടിയിട്ടുണ്ട്. ഫ്ലക്സിന് ഒരു ബലം കിട്ടാൻ വേണ്ടി ഇവിടെ ഇവിടെ കെട്ടിയതുപോലെ ഒരു അഴി കെട്ടിയിട്ടാണ്
ഒരു ഫ്ലക്സ് വെച്ചേക്കണം. അതാകുമ്പം കാറ്റടിച്ച് ആടാതെ നമുക്ക് ഈ ഫ്ലക്സിനെ ഇവിടെ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമ്മൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ ഒരു വൃത്തികേടായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു തുണി വെച്ച് നമുക്ക് നല്ല രസമായിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ അതൊന്ന് കെട്ടിയിട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പം നമുക്ക് പുറത്ത് നോക്കുമ്പം ഇതുപോലെയാണ് നമുക്ക് ഷെഡ് കാണാൻ പറ്റുന്നത്. സൈഡൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്, അവിടെ അഴിയുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഫ്ലെക്സ്, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ചെടികളെല്ലാം കൂടെ മഴ പെയ്ത് കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒതുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ അവിടെ തുണിയൊക്കെ ഒന്ന് വെച്ച് കെട്ടിയിട്ട് വരാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് കർട്ടൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബാക്കി വന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വൃത്തികേടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു ഷോൾ വെച്ച് മറച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കർട്ടൻ കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 സൈഡുള്ള കർട്ടനാണ്. നമുക്ക് ഇങ്ങനെ നീക്കിയിടാൻ വേണ്ടി ഈ കണക്കിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നീക്കിയിട്ടിട്ട് അതുപോലെ നമുക്ക് നീക്കിയിടാൻ പറ്റും. പിന്നെ ഇങ്ങറ്റത്ത് ഇവിടെ ഒരു ഷോൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇവിടെ കുറേ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഇത് ഷോൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു നെറ്റ് വരും. അപ്പോഴത്തേക്കും ഇവിടെ ഇടാൻ വേണ്ടി ഇവിടെ ഒരു കർട്ടൻ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ നീക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ പരിപാടി ഈ തറയിൽ കിടക്കണില്ലേ ഈ ഫ്ലക്സിനെ നമുക്ക് തറയിലിടുകയും വേണം. പിന്നെ ഫ്രണ്ടിലൊരു വാതിൽ വെക്കണം. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇടണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്താലോ? അപ്പം ഞാൻ പറഞ്ഞതുപോലെ വാതിലിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വാതിൽ. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവിടെ 2 നീളമുള്ള കമ്പുകൾ വെച്ചിട്ട് അതിന് കുറുകയും കമ്പുകൾ വെച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇതുപോലെ കമ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇതുപോലെ കുറുകെ 2 കമ്പുകളും കൂടെ വെച്ച് നടുക്ക് എന്തെങ്കിലും കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഫ്ലക്സോ തുണി എന്തെന്ന് വെച്ച് നമുക്ക് അതിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പണിയിലോട്ട് പോയാലോ? അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോഴത്തേക്ക് വയറെല്ലാം വെളിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഈ ഒരു ലൈറ്റ് കൊടുത്തേക്കണത് നമുക്കത് ഇവിടെ ഒരു ടേബിൾ വരും. അപ്പോൾ ഈ ടേബിളിൽ ഒരു നീല ഷെയ്ഡ് കിട്ടാത്തക്ക വിധത്തിലാണ് ഈ ലൈറ്റ് വെച്ചേക്കണത്. അപ്പോൾ ഈ ലൈറ്റിന് നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്വിച്ചിൽ ഇതിനെ വർക്ക് ചെയ്യാം. അത് ബാക്കി ഇതിൻ്റെ വയർ ഇതിലേക്കൂടെ എടുത്ത് അടുത്ത ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഈ ഹോൾഡറിൽ ലൈറ്റൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കണക്ഷൻ പോയേക്കണത് വെളിയിൽ സൺഷെയിൽ ചെയ്യാൻ വെച്ചിരുന്ന ടോപ്പ് ലൈറ്റിൻ്റെ വയറിൽ നിന്നാണ് കണക്ഷൻ കൊടുത്ത് അകത്ത് വെച്ചേക്കണത്. അതിൻ്റെ അകത്ത് സ്വിച്ച് ഇടുമ്പോൾ വീടിനകത്ത് സ്വിച്ച് ഇടുമ്പോഴത്തേക്കും ഇതിനകത്ത് ലൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തേക്കണം. ഇനി നമ്മളെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാതിൽ സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നെറ്റ് അടിക്കണം. പിന്നെ തറയിൽ മാറ്റ് ഇടണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്താലോ? അങ്ങനെ ഏറെക്കുറെ ഞാൻ പറഞ്ഞ രീതി ചെയ്തു വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഇതിൽ കൈവരി ഇപ്പോൾ ചെടികളൊക്കെ ഫ്രണ്ടിലോട്ട് വീണ് കിടന്നു. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് സൈഡിലോട്ട് ഇങ്ങനെ നീക്കി ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി കൈവരി പോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കയറി പോകാൻ എളുപ്പമായിരിക്കും. നമുക്കിതിലേയും കയറി ഇവിടെ കയറാം. അതിനുശേഷം പിന്നെ അടുത്തൊരു വാതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാതിൽ ഇവിടെ കയർക്കയിട്ട് കെട്ടിയാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്കിതാ നമുക്ക് വാതിലിങ്ങനെ തുറന്നു വയ്ക്കാം. തുറക്കുകയും ചെയ്യാം, ഇങ്ങനെ അടയ്ക്കുകയും ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ഫ്രെയിമിന് ഇവിടെ ഫ്രെയിം ആക്കിയിട്ട് അതിൻ്റെ പുറത്ത് ചാക്ക് വെച്ചാണ് ഈ വാതിലുണ്ടാക്കിയേക്കണത്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തുറക്കാനും പറ്റും, അടയ്ക്കാനും പറ്റും. നമ്മുടെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ തറയിൽ ഫ്ലക്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഈ ചാക്കിനിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഇതേ പൊക്കത്തിന് ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ ബാക്കി പിന്നെ ഇവിടെ കുറേ മണി പ്ലാന്റുകൾ ചെടികളൊക്കെ വെക്കണം. പിന്നെ പിറകിൽ കുറേ കുപ്പികളൊക്കെ വെച്ച് കസേര ഇടണം. അങ്ങനെ ചെറിയ ചെറിയ ഡെക്കറേഷനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ മറ്റേ കർട്ടനാണ്. അപ്പോൾ ഈ കർട്ടൻ ഇങ്ങനെ തുറന്നിടാൻ പറ്റും. ഇതുപോലെ രണ്ട് കർട്ടനും തുറന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഫ്രണ്ടിലത്തെ കർട്ടനാണ്. ഇവിടെയാണ് നമ്മൾ നെറ്റ് അടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് നെറ്റ് വരും, ഫ്രണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു നെറ്റ് വരും. ഇവിടെ കർട്ടനുണ്ട്.
പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇത് അടയ്ക്കുമ്പോഴത്തേക്ക് ഓയിലോട്ട് കുറേ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കമ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഓയിലോട്ട് നെറ്റ് അടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ചാഞ്ഞ് കിടന്ന ചെടികളെല്ലാം കൂടെ ഇവിടെ ഒരു കമ്പ് വെച്ചിട്ട് ഈ ചെടികളെല്ലാം അങ്ങോട്ട് ചായച്ച് ഇവിടെ ഒരു കൈവരി പോലെ ഇവിടെ അടുത്തതും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഒരു ഓടൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ വരും. അങ്ങനെ നമ്മളെ ഷെഡിൽ ഇവിടെ 2 കമ്പ് അടിച്ചിട്ട് മുകളിൽ 2 താഴെ മുകളിൽ ഓരോ കമ്പടിച്ചിട്ട് ആ കമ്പിൽ ആണി അടിച്ച് നമ്മൾ കുപ്പികളെല്ലാം കട്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ച് മണി പ്ലാന്റ് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കുപ്പികളെല്ലാം കുറേ ബോട്ടിലുകൾ പറക്കി അതിനെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി ചെയ്താൽ മാത്രം മതി. ബാക്കി പ്ലാസ്റ്റിക് ബോട്ടിലൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മുരളിയൊരു കുപ്പിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. എല്ലാം ഒരു കുപ്പിയാകുമ്പോഴത്തേക്കും ഒരു ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മുരളിയുടെ കുപ്പി മാത്രം എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറേ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ മണി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മേശ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ചാക്കിൻ്റെ പുറത്ത് 2 ടയർ വെച്ചിട്ട് ആ ടയറിൻ്റെ പുറത്ത് ഒരു പലവ കഷ്ണം വെച്ച്, അതുപോലെ തന്നെ ഈ സൈഡിൽ പൊക്കം കിട്ടാൻ വേണ്ടി 4 കഷ്ണം താബൂക്ക് വെച്ചിട്ട് ആ ഒരു പലവെടുത്ത് ഇങ്ങോട്ട് കയറ്റി വെച്ച്, ബാക്കി ഇവിടെ അടുത്തൊരു പലവെടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഒരു സ്ലാബിൻ്റെ പുറത്ത് 2 താബൂക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് തുണിയൊക്കെ വിരിച്ച് നമ്മൾ മേശ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മേശ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനും ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വരയ്ക്കാനും വേണ്ടിയാണ് വെച്ചാൽ നമ്മൾ വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുതന്നെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വയറിങ്ങുകളും ഇത് സോളാർ പാനലാണ്. ഇതെന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ വയറുകളും കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വയർ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ മതി. ഇത് ഞാൻ നിങ്ങളെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു കാണാം. കണ്ടോ, വെയിൽ വന്നപ്പോൾ സോളാറാണ്. ഇവിടെ സോളാറാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വെയിൽ മങ്ങുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ റോബോട്ട് ഇപ്പുറത്ത് ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിരൻ്റെ ഒരു ചിറ്റി റോബോട്ട് 2.0. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ AC ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് AC. ഇത് ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ടൊരു ഹോൾ എടുത്തിട്ട് നമ്മൾ ഫാന് വെളിയിൽ നിന്ന് കാറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ ഫ്ലക്സിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പവർ ബാങ്ക് ഓണാക്കുമ്പം നമ്മുടെ ഫാൻ ഓണാവും. ഇതിനകത്തൂടെ കാറ്റ് ഇങ്ങനെ വരും. ഇതിനകത്തൂടെ നല്ല കാറ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു പേപ്പർ വെച്ച് കണ്ടോ, നല്ല കാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേപ്പർ കിടന്ന് പറക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ AC. അങ്ങനെ നമ്മുടെ ഷെഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇവിടെ കർട്ടനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ഷെഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടാലും ഇത് എങ്ങനെയുണ്ടെന്ന് ഷെഡിൻ്റെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും നല്ല പുതു വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തും. അതുവരെ ബൈ.